തമ്പുരാൻ കടവുള്ള പുള്ളേ വന്നവനവൻ എന്റെ പെണ്ണെ ഏതാണ് അവൻ? നമ്മൾ ഫ്രണ്ട്സ് 4 പേര് ടിക്കറ്റ് എടുത്തതിന് കൂടാതെ 4 ടിക്കറ്റ് വേറെയും എടുത്തു ഈവനിങ് ഷോ ഒന്നുകൂടെ കാണാൻ. പടം കഴിഞ്ഞപ്പോ ഞാൻ ആ 4 ടിക്കറ്റും അടുത്ത വന്ന ആൾക്കാർക്ക് കൊടുത്തു. ഒരു തവണ നമുക്ക് പോയി കാണാനുള്ള ഒരു സിനിമ. ഗംഭീര മേക്കിംഗ്. മലയാള സിനിമ ഇതേവരെ കണ്ടിട്ടില്ലാത്ത മേക്കിംഗ്. വേറെ ലെവൽ. നമ്മൾ ചില പോയിന്റിൽ നമ്മൾ ചിന്തിച്ചു പോവും, ലൈക്ക് ഇത് മലയാള പടമാണോ പണ്ടാരം കണ്ടോണ്ടിരിക്കുന്നത്. ആ ലെവലിലോ ഫിലിം മേക്കിംഗ് ആണ് ചെയ്തേക്കുന്നത്. നീ ആ കൈങ്ങട് തന്നെ 100-ൽ 100 മാർക്കാ നിനക്ക്. അന്യായ മേക്കിംഗ്. ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും കരുതി ഒരു രാജമൗലി പടമാണോ കാണുന്നത്. അതുപോലത്തെ ഒരു അതായത് ഒരേ സമയം ടെക്നിക്കലി ഹൈ, ഇമോഷണലി കണക്റ്റ് ആവുന്നു. ഒരു വലിയൊരു ഒരു സംഭവങ്ങളുടെ ഒരു തുടർച്ചയുടെ ഒരു തുടക്കം എന്നോണം ഞാനും പാനിക്കായി പോയില്ലേ. അത് അന്യ രീതിയിൽ മേക്ക് ചെയ്തിരിക്കുന്ന, അതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും എന്തായാലും കലക്കിട നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. പടം സീന് എന്തോ പണി വെച്ചേക്കുന്ന കത്തുവായിരുന്നു സാധനം. മനോഹരം, ഗംഭീരം. ഈ പടത്തിലെ ഓരോ ഫ്രെയിമിലും പൃഥ്വിരാജ് എന്ന ഒരു ഫാൻ ബോയെ നമുക്ക് കാണാൻ പറ്റുമെന്ന്. കാരണം അമ്മാതിരിയാണ് ലാലേട്ടൻ അതിനകത്ത് പ്ലേസ് ചെയ്തേക്കുന്നത്. അതെ, അതങ്ങനെ തന്നെ വേണമല്ലോ. എന്നാലല്ലേ കാണുമ്പോ ഒരു ഗുമ്മുണ്ടാവുള്ളൂ. അടിപൊളിയായിരുന്നു, നല്ല പടം. നല്ല പടമായിരുന്നു. സിനിമാറ്റോഗ്രഫി ആയാലും മ്യൂസിക് ആണെങ്കിലും അടിപൊളിയായിരുന്നു. പൊളിച്ചിട്ടുണ്ട്. സിനിമയിൽ മലയാളം ഇങ്ങനൊരു പടം വന്നിട്ടില്ല. നല്ല പടം. ഇഷ്ടായല്ലേ? എനിക്കറിയാം ഇഷ്ടാവും. നല്ല പടം, നല്ല പടം. പൃഥ്വിരാജ് അനേക പ്രവർത്തനം പറഞ്ഞ വാക്ക് വിശ്വസിക്കാന്നുള്ളതാണ്. 100%, 100 അല്ല 101% വിശ്വസിക്കാം. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. മലയാളത്തിന് ഇങ്ങനത്തെ ഒരു അപ്രോച്ച് പെർഫോമൻസ് വൈസ് ആയാലും എല്ലാവരും കൊള്ളാം. പക്ഷെ ഫസ്റ്റ് ലൂസിഫർ ഉണ്ടാക്കിയിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. സംസാരിച്ച വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. അത്ര ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ലൂസിഫർ പോലെ. ഇതാണ് എന്നെ പറ്റിയുള്ള പൊതുവികാരം. എന്റെ പൊന്ന് വർക്കിച്ചേട്ടാ, വേറെ ഒന്നും വിചാരിക്കരുത്. പൃഥ്വിരാജ് പറഞ്ഞതുപോലെ ഒരു മലയാളത്തിലെ വലിയ ചെറിയ പടം അത്രയേ ഉള്ളൂ. ഓവർ ഹൈപ്പോ കാര്യങ്ങളോ കൊടുക്കേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു. അതിന്റെ കഥാ പശ്ചാത്തലം വലുതാണ്. സിനിമ ഒരു സാധാരണ സിനിമയാണ്. ഒരക്ഷരം പോലും തെറ്റിയില്ല. ഇതിന്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഇൻട്രോ കഴിഞ്ഞ് ഖുറൈഷി ഇബ്രാഹിമിന്റെ പരിപാടിയും കഴിഞ്ഞാല് പിന്നീട് അങ്ങോട്ട് ഒരു മെനയാവണില്ല. എന്ത് ചെയ്തിട്ടോടെ ഒരു മെനയാവണില്ലല്ലോ സജി. ഇത് എന്തൊക്കെ ചെയ്തിട്ടും ഖുറൈഷി ഇബ്രാഹിമിന് മെനയാവണില്ല. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. അതായത് കോട്ടിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നില്ല ലാലേട്ടൻ. പക്ഷെ ഒരു ഇതാണ് ഖുറൈഷി ഇങ്ങനെ ഇരിക്കുന്നില്ല ലാലേട്ടൻ. പക്ഷെ ഒരു ഇതാണ് ഖുറൈഷി. അത് നമ്മൾ തന്നെ എന്താണ് ഖുറൈഷി ഇങ്ങനെ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പരിപാടി. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഞാൻ ഒത്തിരി എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു. എനിക്ക് ലോ പേസിലാണ് ചിന്തിച്ചത്. അതിനനുസരിച്ച് ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ് പോയിന്റ്. ഞാൻ ഓവർ എക്സ്പെക്ടേഷൻ വെക്കരുത് എന്ന് എനിക്ക് ഇവിടെ ഈ ഒരു നിമിഷം പറയാനുണ്ട്. എല്ലാവരും ഭയങ്കരമായിട്ട് ഈ പടത്തിനെ ഹൈപ്പ് ചെയ്തിട്ടുണ്ട്. ബട്ട് നിങ്ങൾ റിയാലിറ്റി മനസ്സിലാക്കണം. പ്ലീസ് വാച്ച് ലൂസിഫർ ബിഫോർ ഗോയിങ് ടു വാച്ച് ദിസ് മൂവി. കറക്റ്റാണല്ലേ? പക്ഷെ ഞാൻ പുറത്തുണ്ടാവും. അല്ലാതെ ഈ പടത്തിൽ നിങ്ങൾ ഭയാനകമായിട്ടുള്ള എക്സ്പെക്ടേഷനും അതൊന്നും വെക്കരുത്. ഇല്ലേ ഇല്ലേ? ഇപ്പോഴാണ് എനിക്ക് ടെക്നിക്ക് മനസ്സിലായത്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഒരിക്കലും ഒരു നഷ്ടമല്ല. നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് അത് അതിന്റെ മാക്സിമം ഞാൻ ആണല്ലോ. നിന്റെ ഈ വാക്ക് ഞാൻ വിശ്വസിക്കുകയാണ്. നീയാണ് സാക്ഷി. ഉറപ്പാണല്ലോ? ഉറപ്പാണല്ലോ. നീ ഇത്രല്ലേ കണ്ടുള്ളൂ. അങ്ങോട്ട് നോക്കിയേ. ഈ സിനിമ ഇറങ്ങി മണിക്കൂറുകൾ പിന്നീട് മുൻപ് തന്നെ എപ്പോഴോ നടന്ന മറ്റേതോ ഒരു സിനിമയുടെ പ്രതികരണം അത് എമ്പുരാൻ കണ്ടിറങ്ങുന്ന ആൾക്കാരുടെ പ്രതികരണമായി കൂട്ടിച്ചേർത്ത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. ഇത് ഫേസ്ബുക്കിലും അതോടൊപ്പം തന്നെ വാട്സപ്പിലും ഒക്കെ തന്നെ പല ഗ്രൂപ്പുകളിലായി ഇത് പ്രചരിക്കുന്നുണ്ട്. അപ്പോ എല്ലാത്തിനും പുറകില് നീയായിരുന്നല്ലേ? അതേടാ,
മുടിഞ്ഞ് പണ്ടാറടങ്ങി കുത്തുപാറ എടുത്തു പോട്ടെ നായിന്റെ മോൻ നശിച്ച് നാറാണക്കല്ലെടുക്കും. നീ ആളാരെന്ന് ഒരാളായിട്ട് ചുമ്മാ പ്രാവണെന്തിന്? പിന്നെ അല്ലാതെ എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. കഷ്ടായി. പ്രതികരണം നടത്തിപ്പോയ ആളുകളിൽ ഒരാൾ, അതായത് പണ്ട് ഈ സിനിമ കണ്ട് പ്രതികരണം നടത്തിപ്പോയതിൽ ഒരാൾ നമ്മുടെ തന്നെ ഓഫീസിൽ ജോലി ചെയ്യുന്ന അജയാണ്. ഇതെന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇത് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഞാൻ ജോലിയിലൊക്കെ പ്രവേശിക്കുന്നതിന് മുൻപ് ഏതോ ചിത്രത്തിന്റെ ഒരു റിലീസ് സമയത്ത് ആദ്യ ദിവസം എൻ്റെ അടുത്ത് ചോദിച്ച ഒരു പ്രതികരണമാണ്. ഏത് ചിത്രം എന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. സിനിമ ഇങ്ങനെ ആഘോഷിക്കപ്പെടുമ്പോൾ സിനിമയിലെ പൊളിറ്റിക്സിൽ അസ്വസ്ഥരാണ് ചില സാഫ്രൺ കോമ്രേഡ്സ്. പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി എടുത്ത സിനിമയാണെന്നും ഗുജറാത്ത് കലാപത്തിൽ വെന്തു മരിച്ച കുഞ്ഞുങ്ങളോട് നീതി പുലർത്താതെ തീവ്രവാദികളെ വെളുപ്പിക്കാൻ നടക്കുന്ന ശ്രമമാണെന്നുമാണ് ഒരു വിഭാഗത്തിന്റെ ആക്ഷേപം. എന്റെ കർത്താവേ, ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ സകല മാരണങ്ങളുമായി വന്നു കയറുന്നത് ഈ കരയിലേക്കാണല്ല. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ.